ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ചിറാപ്പുഞ്ചിയിലാണ്. അതായത് ചിറാപ്പുഞ്ചി എത്രയും കുറച്ച് മുമ്പായിട്ടാണ്. ഇന്നലെ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആയി. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്നലെ അറുവാ കേവ് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പോയി വന്നപ്പോഴാണ് സൈക്കിളിൽ പണി കിട്ടിയത്. മുട്ടം പണിയാണ് കിട്ടിയത്. ഇനി ഇവിടെ എവിടെയും സൈക്കിളിൻ്റെ കടയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ പോകണമെങ്കിൽ ചിറാപ്പുഞ്ചി പോകണം. ചിറാപ്പുഞ്ചിയിൽ ഉണ്ടാവില്ല കേട്ടോ, ഉറപ്പാണ്. ചിറാപ്പുഞ്ചിയിൽ ഉണ്ടാവില്ല. എന്നല്ലെങ്കിൽ ഷിലോങ് പോകണം. ഷിലോങ്ങിലുണ്ട്, പക്ഷേ എനിക്ക് ഉറപ്പില്ല അവിടെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെയാണ്, ഗുവാഹട്ടി പോകേണ്ടി വരും കേട്ടോ. ഗുവാഹട്ടി ഏകദേശം 150 കിലോമീറ്റർ മേലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പിടുത്തമില്ല. അപ്പോൾ ഇന്നലെ വന്നോക്കിയോടെ ഒരു പമ്പ് കിട്ടി. ആ ഒരു പമ്പിലാണ് നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചേട്ടാ. പിന്നെ അതെ ഇന്നലെ ഇവിടെ ടെൻറ്റ് അടിച്ച് എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. ഉറക്കമൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തള്ളിക്കൊണ്ട് തന്നെ പോകാൻ പ്ലാൻ ഇട്ടേക്കണം. സൈക്കിള് ഓക്കെ അല്ല, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. തള്ളിക്കൊണ്ട് തന്നെ പോകേണ്ടി വരും. സ്ഥലങ്ങളെല്ലാം കാണുന്നത് നമ്മൾ തള്ളിക്കൊണ്ടായിക്കോട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിട്ടേൺ തിരിച്ച് പോകണമല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി പോകാമെന്ന് വിചാരിച്ചിരിക്കണേണ്. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും സൈക്കിളൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇന്നലെ ഫുള്ള് പോയി കിടക്കണേന് രക്ഷയില്ല. ഇനി എന്തെല്ലാം പണികളാണല്ലോ കിട്ടണം. അതൊക്കെ എല്ലാവരും ഒരു അനുഭവങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ സമയം കൊണ്ടൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതേപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. എന്തായാലും നമുക്ക് ഇതൊന്ന് ടെൻറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാം, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മളെ ഇപ്പോൾ പമ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സൈക്കിള് ചവിട്ടാൻ പറ്റുള്ളത് ഞാൻ പറഞ്ഞില്ലേ, തള്ളിക്കൊണ്ടാണ് പോണത്. ചവിട്ടുമ്പോൾ ഇത് എന്താ പറയുക, ചെയിൻ തെന്നിപ്പോണ്ട്. അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ എന്തോ ഇതൊക്കെ പോയി കിടക്കണേന്. പിന്നെ ആ കമ്പി ഒരു 7 ഒടിഞ്ഞിരിക്കണേണ്ട. ഒരു നിവർത്തിയില്ല. തള്ളിക്കൊണ്ട് തന്നെ വേണം പോകാൻ കേട്ടോ. നമ്മളെ ഇപ്പോൾ പോണത് ഒരു മനോഹരമായ വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകണ്ട. നൊക്കാലിക്ക വാട്ടർഫാൾ ഇവിടുന്ന് ഏകദേശം അടുത്തുള്ളൂ. ഒരു 4-5 കിലോമീറ്ററിന് കേട്ടോ ഈ റൂട്ട്. തള്ളിക്കൊണ്ട് പോകണം. ചിന്താവേ ഇവിടേക്ക് ഒരു സൈക്കിൾ അവിടെ വെച്ചുകൂടെ അവർക്ക് എന്നാണ് ആലോചിക്കുന്നത്. ആ ഒരു സൈക്കിളിന് പോകണമെന്ന് നമ്മൾ കണ്ടില്ല. നല്ല കിട്ടിയ പണി എന്ന് പറയുന്നത് നല്ല സ്ഥലത്ത് വെച്ചാണ്ടാ. പണി കിട്ടണോണ്ട് കുഴപ്പമില്ല. കടയില്ലാത്തൊരു ഏരിയ വെച്ച് കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ പെട്ടുപോട്ടാ. ആ ഒരു പെടലാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. നമ്മൾ ഒരു ചായ കുടിക്കാല്ലാന്ന് വെച്ചപ്പോൾ ഇവിടെ ഒരു കടയും തുറന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ എല്ലാ കടകളും അടച്ചിട്ടേക്കണാണ്. ഇപ്പം ഏകദേശം 9 മണിയായിട്ടോ. ഒറ്റ കടയും തുറന്നിട്ടില്ല. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വാട്ടർഫാളിലേക്ക് പോകാമെന്ന് വെച്ചിരിക്കണായിരുന്നു. ഇതാണ് കേട്ടോ വഴി. വേറൊരു വഴിയും കൂടെ ഉണ്ട് അപ്പുറത്ത് കൂടെ ഉണ്ട്. നമ്മൾ വന്ന വഴിയിലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ എടുത്തത് ഇവിടെ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു. ഇവിടെ ഒന്നും തുറന്നിട്ടില്ല. ഞാൻ എന്തായാലും പയ്യെ മുന്നോട്ട് പോവാ. നമ്മളെ ഇപ്പം അങ്ങനെ കയറിയൊക്കെ വന്നേറും കേട്ടോ. കുറച്ച് ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറക്കത്തിലും പണിയാണ്. സൈക്കിള് ടയറാകെ ഈ ഒരു ടയറിന് കോട്ടം ഉണ്ട്. അതായത് ആ കമ്പി ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് കോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നേക്ക് ഒരു കിടിലം വ്യൂ ഇങ്ങനെ കണ്ടിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ കയറി വേണം കേട്ടോ നൊക്കാലിക്ക പോകാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ട്രക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളി വാട്ടർഫാളാണ് കേട്ടോ. വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു. സൈക്കിളിന് കിട്ടിയ പണിയേ എന്താല്ലേ. പയ്യെ പോവാട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഇവിടെ നിന്ന്. പിന്നെ അടിയിലൊക്കെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റൂട്ടിൽ ഹോം സ്റ്റേ ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് എന്തോ ഹോം സ്റ്റേ ആണെന്ന് തോന്നിട്ടോ. റൂം എല്ലാ സംഭവം ഉണ്ട്. അല്ലാത്ത വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇല്ലില്ല, അത് ഹോം സ്റ്റേ അല്ല കേട്ടോ. അത് ഇതാണ് കേട്ടോ, ഒരു ചർച്ചാണ്. അവിടെ ആൾക്കാരെയൊക്കെ അടക്കിയേക്കണേ കേട്ടോ. സോറി ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴാണ് നോക്കിയത് കേട്ടോ. ഒരു ചർച്ചാണ് അവിടെ കണ്ടില്ലേ. ആ കാണുന്നതേ സെമിത്തേരിയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ, അതാണ് കേട്ടോ. ഇവിടേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇഷ്ടംമാതിരി ക്രിസ്ത്യൻസാണ് കൂടുതലുള്ളത് ഈ ഏരിയയിൽ ഫുള്ള് കേട്ടോ. ഇവിടെ ഒരു പശുവൊക്കെ കൂടി വന്ന് നോക്കി. എനിക്കൊന്നും ഇതിൻ്റെ ഈ പശുവിൻ്റെ എന്തോ കൊച്ചങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. ഓടി വന്നാണ്ടില്ലേ, വിളിക്കണേന് ഒച്ചുണ്ടാക്കി. നമ്മളങ്ങനെ നൊക്കാലിക്ക വാട്ടർഫാളിൻ്റെ അവിടെ എത്തിയിട്ടാ. ശരിക്കും 2 റൂട്ടുണ്ട്. ഒന്ന് അവിടെ മെയിൻ വ്യൂ പോയിൻറ്റ്, പിന്നെ നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുള്ള റൂട്ടാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഈ റൂട്ട് വേണം പോകാൻ, ട്രക്ക് ചെയ്ത് പോകാൻ. അപ്പോൾ ഇവിടെയും ചാർജ് ഉണ്ട് കേട്ടോ, 50 രൂപ. അവിടെയും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ പോണ റൂട്ട് ഇതാണ്ടാ. എന്തായാലും പോയി നോക്കാം. ബോളുണ്ട് കേട്ടോ.
പോണ റൂട്ടാണ്ട. ഇവിടേക്ക് എന്ത് വീടിൻ്റെ പണിയൊക്കെ കിടപ്പുണ്ട്. ടിക്കറ്റ് ഉണ്ട് 50 രൂപ. ഞാൻ അവരോട് ചോദിച്ചത് ഇതാണെന്ന്. പക്ഷേ ഇവരെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചതെന്ന് പറയും. ഈ വില്ലേജിലെ ആൾക്കാർ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ വിടണമെങ്കിൽ 50 രൂപക്ക് ടിക്കറ്റ് എടുക്കണമെന്ന്. അറിയില്ല. അപ്പം ഇതാണ് റൂട്ട്. പിന്നെ പോകണമെങ്കിൽ ഗൈഡ് വേണമെന്നൊക്കെ പറയണം. 800 രൂപ. ഞാൻ പറഞ്ഞ അധികം ദൂരം പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പോകട്ടെ. അത് വേറെ ചെമ്മാർക്ക് ഗൈഡൊക്കെ എടുക്കാൻ ശരിക്കും ഗൈഡ് എടുത്തില്ലെങ്കിൽ പിന്നെ വഴി തെറ്റിപ്പോകട്ടോ. ഇതാണെന്ന് തോന്നുന്നു റൂട്ട്. നമ്മളെ പോണ റൂട്ടാണ്ട്. ഈ കാരണം ഇവിടെ കത്തിച്ചിട്ടുണ്ട് ആരോ കണ്ടില്ലേ. ഫുള്ള് കത്തിക്കാരൻ ഇരിപ്പുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും വ്യൂ പോയിൻ്റ് അങ്ങോട്ട് പോയേക്കണം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വ്യൂ പോയിൻ്റ് ഒന്ന് കാണാട്ടോ. പക്ഷേ അടിയിലിറങ്ങി കാണുന്ന ഒരു കേസില്ല, അത് വേറെ ലെവലാണ്ടാ. ഇത് വാട്ടർഫാൾ മനോഹരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെയൊക്കെ പോകാട്ടോ. പിന്നെ അതുപോലെ തന്നെ പോണ റൂട്ടിൽ ഇതേപോലെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വഴി കറക്റ്റ് സെറ്റാകാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ പോകാൻ. ഇതാണ് റൂട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന റൂട്ടാണ്ടേക്കാണ്. ഒരു ചെറിയ കോണിപ്പടിയൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ പയ്യെ വേണം കേട്ടോ ഇറങ്ങാൻ. ഓരോ സ്ഥലത്തും ഒരു കോണിപ്പടി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഇതാണ് പണിയാണ് ഈ റൂട്ട്. പക്ഷെ അടിപൊളിയാണ്. റൂട്ട് നോക്കി ഞങ്ങൾ ട്രക്ക് ചെയ്ത് എൻ്റെ ഷൂവൊക്കെ തെന്നിക്ക് വേണ്ടി നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടാണ് പോണത്. കാരണം തെന്നി വീഴുന്ന ഒരു ഉറപ്പുണ്ട്. അതാണ്ടാ. അപ്പോൾ അതേ അടുത്ത കോണിപ്പടി വന്നിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകാൻ അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്തു സ്പോട്ടിലെത്തിയേട്ടാ. ഇതാണ് തോന്നുന്ന സ്പോട്ട്. ഇനിയും ട്രക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നണ്ട. എന്തായാലും ഉഷാറാട്ടാ. ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഇതേപോലത്തെ ട്രക്കിങ്ങൊക്കെ. എൻ്റെ മക്കളെ ഇതാണ് ട്രക്കിങ്. എൻ്റെ ഷൂ കുറച്ച് പണിയാണ്ടാ. അതുകൊണ്ടാണ് ഷൂവേ തേഞ്ഞിരിക്കണേ. കണ്ടില്ലേ, ഫുള്ള് തേഞ്ഞിരിക്കണേ. കീറി പറഞ്ഞിരിക്കണേ കേട്ടോ. കാരണം മേടിക്കണമെന്നുണ്ട്. കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ചേനെ. ഒരുപാട് ദിവസം ഞാൻ ആലോചിക്കണം. അല്ലേ അടിപൊളിയാണ്ടാ. വേറെ അടിയിലേക്ക് ഇറങ്ങാം നമുക്ക്. അടിപൊളിയായിട്ട്. അത് ഇവിടെ ആരോ മറക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോകേണ്ട റൂട്ടൊക്കെ കണ്ടില്ലേ. ഇങ്ങനെ വേണം പോകാൻ. ഇതിൻ്റെ മേലിൽ കൂടെ കയറി കണ്ടില്ലേ. അതാണ്ട് വെള്ളച്ചാട്ടം. ഇവിടെ ഉണ്ടെന്ന് തോന്നട്ടാ. എന്നാലും പയ്യെ നോക്കാം നമുക്ക്. എൻ്റെ മോനെ സീനാണ്. നോക്കിയേ പാലം കണ്ടില്ലേ. എല്ലാം സെറ്റാണ് കേട്ടോ. നല്ല തെളിഞ്ഞ കിടിലം വെള്ളം കേട്ടാ. അടിപൊളിയാണ്. ആരെങ്കിലും ഉണ്ടാകുന്ന അറിയില്ലല്ലോ ഇവിടെ. ആരും കണ്ടില്ല കേട്ടാ. വന്നേക്ക് ആരെങ്കിലും കാണുമായിരിക്കും. മേലൊരു വണ്ടി ഉണ്ടായിരുന്നു, അതിലുണ്ടാവുമായിരിക്കണം കേട്ടോ ഇവിടെ. അടിപൊളി. നമുക്ക് എന്തായാലും അങ്ങാടേക്ക് ആദ്യം പോകാട്ടോ. ഇവിടെ അത് കഴിഞ്ഞിട്ട് വരാം. ഇതിൽ ചെറിയ കുഴികളിൽ വരെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടാണ്ടിരിക്കണം. അടിപൊളിയാണ്. കണ്ടിട്ട് ഇറങ്ങാമെന്ന് തോന്നിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്. ഒന്ന് ഇറങ്ങാറുണ്ട് തോർത്തെടുക്കാറുന്നല്ലേ. പക്ഷെ എൻ്റെ മോനെ രക്ഷയില്ലാട്ടാ. പോകണമെങ്കിൽ ഇതേപോലെ വല്ല ചെറിയ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നുമ്പോൾ നോക്കണേ നടക്കുമ്പോഴേക്കാ. എന്ത് പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ അല്ലേ. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ ആ ചെക്ക് പോസ്റ്റില്ല, അതായത് ടിക്കറ്റ് എടുത്ത അവിടെയില്ലേ, അതിൻ്റെ മേലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ അടിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ ചുരുക്കമാണെന്ന് തോന്നിട്ട് എനിക്ക്. പക്ഷേ അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. മേളത്തുള്ള വ്യൂ അടിപൊളിയാണെങ്കിലും ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ പയ്യെ ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന കാഴ്ചയല്ലേ. വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് നോക്കിയേ. വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് എന്തോ പോലെ ഒരു മ്യൂസിക്കൊക്കെ കിടുവാണ്ട. കണ്ടില്ലേ ഈ വെള്ളമൊക്കെ നോക്കി എന്ത് തെളിഞ്ഞ വെള്ളമാണെന്ന് നോക്കിയേ. ശരിക്കും അവിടെ നിന്നൊരു വെള്ളച്ചാട്ടമല്ലേ, അതിൻ്റെ ഇത് ഇങ്ങനെ ഒഴുകി ഇങ്ങാടേക്ക് കാണ്ട വന്നാ. എൻ്റെ മോനെ അടിപൊളിയാണ്ടാ. രക്ഷയില്ല, കിട്ടില്ലാട്ടാ. എൻ്റെ പൊന്നോ, നമ്മളിപ്പോൾ വന്നിരിക്കണ എന്ത് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം നോക്കി. അവിടെയൊക്കെ ആരും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരേ കണ്ടായിരുന്നു. നോക്കാട്ടെ, എന്നാലും അങ്ങോട്ട് പോയി നോക്കാം. അടിപൊളി എല്ലാം സെറ്റാട്ടാ. ഇങ്ങനെ ഉണ്ട് പാറകളൊക്കെ ഇങ്ങനെ വീണിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് പോലെ ഇങ്ങനെ ഉണ്ടാ. നോക്കിയേ അടിപൊളിയാണ് ഇവിടെ. എൻ്റെ പൊന്നോ ഉള്ളാട്ടോ. അടിപൊളി വ്യൂ ആണ്. അവിടെ എനിക്ക് തോന്നുന്നു ഗൈഡാണെന്ന് തോന്നുന്നു ആ പെണ്ണിനൊക്കെ ഫുള്ളാട്ടോ. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയേട്ടാ. ഫുള്ളാട്ടോ അടിപൊളി. പക്ഷെ അവിടെ കുറച്ച് പേര് ഇപ്പം അവരെങ്ങനെ ഇറങ്ങിയെന്നൊരു പിടുത്തമില്ലല്ലോ. ചോദിച്ചു നോക്കാറുണ്ട്. സെറ്റാണ്ടോ. പക്ഷേ അടിപൊളിയാണ്. എനിക്ക് വ്യൂ അയ്യേ കിട്ടില്ലേനാണ്ടാ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എന്തായാലും പോവാട്ടോ.
അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇറങ്ങേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ ഹായ്. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ദിസ് ഹോൾ ഓക്കെ. ഈ ഒരു ഹോൾ വഴി ഇങ്ങനെ ഇറങ്ങി പോകണമെന്നാണ് പറഞ്ഞത്. Follow this ladder. Yeah. Once you are here, just slide down. When you slide down, you try to slide frontwards. Okay. But when you got up, try to go backwards. Oh, good. And then this. And then you have to slide down here. Once you reach this big rock, okay. try to cut another boulder. And then you pass this small stream. Capture with that water. Okay. Oh, thank you. ആളിവിടുത്തെ ഗൈഡാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കിടക്കാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കുന്നത് കിട്ടില്ല സ്പോട്ടിലാണ്. ഇത് നോക്കിയേ, ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്ടാ. നല്ല തണുപ്പുണ്ട്. ഇവിടെ കൂടെ ഒരു ചെറിയൊരു വാട്ടർഫാൾ പോയി കണ്ട് ഹായ്. അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ ഗൈഡാണ്ടാ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാം കിട്ടില്ല വാങ്ങിയാണ്ടാ. എൻ്റെ പോലെ 50 രൂപ കൊടുത്താൽ എന്താ മൊത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തലാണ്. പക്ഷേ ഇവിടെ ഗൈഡിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ 800 രൂപ ആവശ്യമുണ്ട് കേട്ടോ ഗൈഡായിട്ട് വന്നെ. ഗൈഡായിട്ട് വന്നെ കുറച്ച് കെയർഫുള്ളാണ്. അവർ പോകേണ്ട റൂട്ട് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ മാപ്പ് പോലെ ഇങ്ങനെ കാര്യങ്ങൾ, അതായത് മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്ടാ. അപ്പോൾ ഞങ്ങടൊന്ന് പോയിട്ട് കേട്ടോ. അടിപൊളി വ്യൂ ആട്ടാ. എൻ്റെ മോനെ നിങ്ങൾ ഇവിടെ വന്നോട്ടാ മക്കളെ. അടിപൊളി കാഴ്ചയാണ്. കണ്ടില്ലേ, രക്ഷയില്ല. ഇവിടെ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. അമ്മാതിരി സ്ഥലമുണ്ടാ. എൻ്റെ മക്കളെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. വളരെയധികം സന്തോഷവാനാണ്. കണ്ടില്ലേ ഒഴുകി പോണത്. സ്ഥലം അടിപൊളിയാണ്. ഞാനിപ്പോൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു കിടിലൻ റീൽ തന്നെ ആയിക്കോട്ടെ. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾ മൊത്തമായിട്ട് കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡെയിലി. എനിക്ക് അടിപൊളിയാണ് കേട്ടോ. അവിടെയൊക്കെ തെന്നലുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ വന്നതിന് കൊള്ളാട്ടോ. എന്തായാലും മഞ്ഞം. പിന്നെ അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവാം. ഇത് ഭംഗിയാന്ന് നോക്കി എവിടെയൊക്കെ. അതൊന്നും പോകാൻ തോന്നല്ല കേട്ടാ. ഞാനിങ്ങനെ ഇവിടെ വന്നിപ്പോൾ കുറച്ച് നേരം കേട്ടോ ഇങ്ങനെ ആസ്വദിച്ചു. ആദ്യം വരുമ്പോൾ ഇങ്ങനെ കുറേ നേരം നമ്മൾ ഇരിക്കും, ഇങ്ങനെ ആസ്വദിക്കും. പിന്നീടാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. അടിപൊളിയാണ്. എന്ത് തെളിഞ്ഞ വെള്ളമെന്ന് നോക്കി. ഒറ്റ ചാട്ടം ചാടാൻ തോന്നുന്നുണ്ട്. അടിപൊളിയാണ്ടാ അല്ലേ. ഒറ്റ കാര്യങ്ങളോട് പറയുള്ളൂ, നിങ്ങൾ എന്തായാലും വന്നോട്ടാ. എക്സ്പീരിയൻസ് ചെയ്യണം. ലൈഫിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടണം. അടിപൊളി. ഇത്രയും മനോഹരമായ ഇത് നമ്മുടെ ഭൂമിയിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്തു. ഒക്കെ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ നമ്മളതൊക്കെ കാണണോട്ടാ. നമ്മൾ ഇനി വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ആരോമാർക്ക് വീണ്ടും ഉണ്ട്. ഇങ്ങനെ വേണോട്ട് കയറി പോകാൻ. കയറി വേണം പോകാൻ. കാരണം അവർ തന്നെ റൂട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ. അത് നല്ല കാര്യം ഇവിടെ കണ്ടില്ലേ. ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് വാട്ടർഫാൾ. വെള്ളം കുറവാണ്. വെള്ളം കൂടുതലാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ഒഴുകി വന്നേട്ടാ. അടിപൊളിയാണ്. പക്ഷേ വെള്ളമൊക്കെ നോക്കി എന്ത് ക്ലിയർ വെള്ളമെന്ന് നോക്കി. എൻ്റെ പൊന്നോ, ഇത് മനോഹരമായ വെള്ളമെന്ന് നോക്കി. നമുക്ക് ഇന്ന് പോകാൻ കഴിയും കേട്ടോ. കംപ്ലീറ്റ് മിനറൽസാണ്. കുടിക്കാട്ടെ വെള്ളം കുഴപ്പമില്ല. നല്ല കിട്ടില്ല വെള്ളം ഉണ്ടാ. നല്ലൊരു രീതിയിൽ ഞാൻ കുടിച്ച്. കംപ്ലീറ്റ് മിനറൽസ് ആണ്ടാ. നമ്മളിപ്പോൾ മേളിലേക്ക് കയറിയേട്ടാ. നോക്കി അടുത്ത ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി ഇവിടെ നിന്നാട്ടെ ഇങ്ങനെ വന്ന വെള്ളം. ഇതും ഭംഗിയാന്ന് നോക്കിയേ. ഇപ്പം നമ്മൾ ഒറ്റക്കുള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. എന്ത് പീസ്ഫുള്ളാന്ന് നോക്കിയേ. അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ട് എന്ത് മനോഹരമായ മ്യൂസിക്കാണല്ലേ. അതിലേ അടിപൊളിയാട്ടെ. ഇവിടുന്ന് ആ വെള്ളം നോക്കി ഒറ്റ ചാട്ടം അങ്ങനെ ചാടാൻ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാ. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാട്ടാ. ഇനി ചാടിയാലാന്നൊരു കൊതിയുണ്ട്, പക്ഷേ ഒരു ഉറപ്പില്ലാട്ടാ. പേടിയുണ്ട് ചെറിയ രീതിയിൽ. എന്തായാലും മനോഹരം കേട്ടോ, ഭയങ്കര മനോഹരമാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വന്നോട്ടോ ഒരു തവണ. കാലിക്ക വാട്ടർഫാളാണിത്. എന്തായാലും വന്നോട്ടോ. അങ്ങനെ ഈ മനോഹരമായ കാലിക്ക വാട്ടർഫാളിനോട് നമ്മൾ യാത്ര പറയുകയാണ്. അടിപൊളി കാഴ്ചയിലാണ്ടാ. അപ്പം ബൈ ബൈ. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് മൺസൂൺ ടൈമിൽ നമ്മൾ വരാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും മിക്കവാറും നമ്മൾ വരും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പം അന്ന് നീ നിറഞ്ഞ് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോണേന്. എൻ്റെ സൈക്കിള്, എൻ്റെ പവർ ബാങ്ക് മൊത്തം അവിടെ ഉണ്ടാവും. ക്യാമറയുടെ ചാർജ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഫോൺ ഡെഡായി, ചാർജില്ല. പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ ചാർജ് ചെയ്യാൻ. തിരിച്ചുള്ള കയറ്റം വേണ്ട. നമ്മൾ ഉറപ്പ് ഇറങ്ങിയാണ് വന്നെങ്കിലും തിരിച്ച് കയറിയാൽ പോണത്. അതാ അതിൽ കയറി മേലേക്ക് എത്താട്ടാ. അങ്ങനെ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വീണ്ടും നമ്മളവിടെ എത്തിയടാ. ഇനിയിപ്പോൾ നമ്മുടെ സൈക്കിളിൽ അങ്ങാടേക്ക് പോണത്. അടിപൊളിയായിരുന്നു കേട്ടോ ട്രക്കിങ്. അടിപൊളി എന്ന് പറഞ്ഞാൽ രക്ഷില്ലാത്ത ട്രക്കിങ് ആയിരുന്നു. നല്ല അനുഭവം ഉണ്ടാ. മേഘാലയയിലൊക്കെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയിട്ട് കാര്യമില്ല. സൈക്കിൾ കംപ്ലൈൻ്റ് ആയി. സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ നെഗറ്റീവ് ആയിരുന്നേട്ടാ. ഇനി എവിടെയെങ്കിലും കൊണ്ട് സൈക്കിൾ ശരിയാക്കാം എന്നൊക്കെ ആയിപ്പോയി. പക്ഷേ നമ്മൾ തള്ളിക്കൊണ്ടാലും വന്നിട്ടാ. യാത്രയോട് അത്രയുള്ള ഒരു ഏറെ ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ എന്തായാലും പയ്യെ പോട്ടാ. നമ്മളങ്ങനെ സ്പോട്ടിലെത്തി. സൈക്കിൾ വിടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സൈക്കിൾ വിടുന്ന അടുത്ത് നേരെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയും 50 രൂപ ചാർജ് ഉണ്ടെന്നാണ്ട് പറഞ്ഞാൽ. എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ടല്ലോ, എന്ത് പണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും നോക്കി പയ്യെ അങ്ങാടേക്ക് പോകാട്ടോ.